എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മുട്ട ചേർക്കാത്ത മുട്ടയപ്പത്തിൻ്റെയും ഒരു മുട്ടക്കറിയുടെയും റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം മുട്ടയപ്പം തയ്യാറാക്കാം. അതിനു വേണ്ടി 1.5 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അപ്പം ചുടാനൊക്കെ എടുക്കുന്ന അതേ സൈസ് പച്ചരി തന്നെ മതി. നന്നായി 2-3 വെള്ളം കഴുകി എടുത്തതിന് ശേഷം നന്നായി 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കാം. അരി ഇതുപോലെ നന്നായി കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ നമുക്കൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തലേന്ന് രാത്രി അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചാലും നല്ലതാണ്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും അരി കുതിർന്നിരിക്കണം. ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകവും 2 ഗ്രാമ്പും 2 ഏലക്കയും ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സവാള നന്നായി വഴണ്ടൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വാടി വരുന്ന സമയത്ത് 10-12 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തതും ഒരു തക്കാളിയും കൂടി നന്നായി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി സവാളയായിട്ട് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മസാലയുടെ ഇടയെല്ലാം പച്ചമണം മാറി സവാളയായിട്ട് കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും തക്കാളിയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കറിക്ക് വീണ്ടും ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നന്നായി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ഒന്നുകൂടി അടച്ച് വേവിക്കാം. കറി നന്നായി തിളച്ച് ഗ്രേവിയൊക്കെ നല്ല പരുവത്തിലാവുന്ന സമയത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമും കാഷ്യൂനട്ടും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കറി നല്ല തിക്കായി കിട്ടും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മുട്ട അതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. ഓരോ മുട്ട വീതം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് മുട്ടയുടെ മുകളിലായി കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയായ മുട്ട ഉടച്ചൊഴിച്ചൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 4 മണിക്കൂർ കഴിഞ്ഞ് അരി നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം ഒരു അരിപ്പയിലൂടെ മാറ്റിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നിറയെ വെള്ളം ആവശ്യമില്ല. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ടുള്ള വെള്ളത്തിൻ്റെ അളവാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നന്നായി അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഇരിക്കാൻ. ഒരുപാട് ലൂസാവാനും ഒരുപാട് തിക്കാവാനും പാടില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഈ മാവ് ഒരു തവി കോരി നടുക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഒഴിച്ച മാവ് നന്നായി പൊന്തി വരും. അത്രയും സമയം നമ്മൾ അതിൽ തൊടയൊന്നും വേണ്ട, അത് അതിൽ കിടന്ന് തന്നെ നന്നായി പൊങ്ങി വരും. വീണ്ടും മറിച്ചിട്ട് ഇതേപോലെ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു അളവിലും കൺസിസ്റ്റൻസിയിലും തയ്യാറാക്കിയെടുത്താൽ മുട്ടയപ്പം നല്ലതുപോലെ നമുക്ക് ശരിയായി കിട്ടും. ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും ഇതേപോലെ തന്നെ ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം അടുത്ത ഒരു തവി മാവും കൂടി കോരി ഒഴിക്കാം. ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്തോളൂ. മുട്ടയപ്പം നന്നായി പൊന്തി വരും. ഇതേ രീതിയിൽ വളരെ ഈസിയായി ആർക്ക് വേണമെങ്കിലും ഈ മുട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിനുള്ളിലേക്ക് കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന എഗ്ഗിൻ്റെ ഗ്രേവിയും കൂടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുട്ടക്കറി കാണിച്ചതേ ഉള്ളൂ. ഇതിന് ഏറ്റവും നല്ലത് ബീഫ് കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.